Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് അനലൈസ് ചെയ്യാം. കൂടാതെ നമ്മളെല്ലാ ദിവസത്തെയും പോലെ സ്മോൾ ക്യാപ്പ് നിഫ്റ്റിയുടെ ചാർട്ടുകളും ഒന്ന് നോക്കിയിട്ട് പോകാം. ഞാൻ തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റി ഇന്നൊരു 80 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺ, ഒരു പോസിറ്റീവിലോട്ട് വന്നതാണ്. പിന്നെ ക്ലോസിങ് മൈനസ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. നമുക്ക് ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് റേഞ്ചിനോട് അടുത്താണെന്ന് വന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ ഇതേ റേഞ്ചിൽ നിന്ന് റിവേഴ്സലാകുമോ എന്നുള്ളത്. ഇപ്പോൾ റിവേഴ്സലാവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു 24,180 എന്നുള്ള റേഞ്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയില്ല. അത് 2 തവണ റേഞ്ചിലോട്ട് വന്നിട്ട് സ്റ്റോക്കല്ല നമ്മുടെ ഇൻഡെക്സ് താഴത്തോട്ട് വന്നതാണ്. അതോ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുമോ എന്ന് അറിയില്ല. 24,000 മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്തിട്ട് മേലോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 24,000 ഉള്ളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് തോന്നുന്നു. അതുപോലെ ഈ ഒരു സ്വിങ് ലോ, അതായത് 23,750 റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ 23,200-300 ആ റേഞ്ചിലോട്ട് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നമ്മൾ നിഫ്റ്റി താഴത്തോട്ട് വന്നെങ്കിലും സ്മോൾ ക്യാപ്പ് ഇന്ന് നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടാണെന്ന് ഉണ്ടായത്. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ സ്മോൾ ക്യാപ്പ് ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം ഇവിടുന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടറിയാം ഇവിടുന്ന് ചെറുതായിട്ടൊരു ബൈയിങ് വരുന്നുണ്ട് എന്നുള്ളത്. എക്സാക്ട്ലി അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോകുന്നുള്ള പ്രതീക്ഷ ഇരിക്കാൻ പറ്റും. കാരണം സ്മോൾ ക്യാപ്പിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒരു 1% മൂവ് ആയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ആണെങ്കിലും പല സ്റ്റോക്കുകളാണെങ്കിലും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ സ്മോൾ ക്യാപ്പ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ പൊതുവെ ഡൗൺ ആയിരിക്കും. സ്മോൾ ക്യാപ്പ് നന്നായി പെർഫോം ചെയ്താൽ മാത്രമാണ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ എടുക്കുന്നത് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സ്റ്റോക്കാണ് BLSE എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മുടെ എൻട്രി നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ റേഞ്ചിലോട്ട് വന്നാൽ മാത്രം എൻട്രി കൺസിഡർ ചെയ്യാം. അതുപോലെ നമുക്ക് ഇന്ന് നോക്കാൻ പറ്റിയ സ്റ്റോക്കാണ് GMR എയർപോർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് 2% മൂവ്മെൻറ്റ് ഇന്ന് നടത്തിയിരുന്നു. കൂടാതെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു റേഞ്ച്, ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചും കൂടിയാണ് ഈ ഒരു സ്റ്റോക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ റേഞ്ചിൽ നിന്ന് ഏകദേശം ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ റേഞ്ചിൽ നിന്ന് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി വേണമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേറൊരു ബ്രേക്ക് ഔട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങോട്ട് വരഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ റേഞ്ചിലോട്ട് വന്നിട്ട് എത്തുന്നുണ്ട്. അല്ലെങ്കിൽ നോക്കിയാലും നമുക്കൊരു ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ അടുത്താണ്. അതുപോലെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ട്രെൻഡ് ലൈൻ അല്ല നോർമൽ ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ഓൾറെഡി നടന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് നോക്കാം. കുറച്ച് സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ നോക്കുന്നതായിരിക്കും ബിഗിനേഴ്സിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി ഈസി, വരയാൻ എളുപ്പം ഇങ്ങനെയുള്ള ലൈനുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. താല്പര്യമുള്ളവർ ഇന്ന് ചോദിച്ച പോലെ തന്നെ അവിടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിക്കാം. കാരണം നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് അതിനെ കൊണ്ട് ആളുകൾക്കൊരു ഉപകാരം വേണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഒരു സ്റ്റോക്കുകൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കും. പുതുതായിട്ടൊക്കെ മാർക്കറ്റിലോട്ട് വരുന്ന ആളുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചും ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള നല്ല റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ ഇതേപോലെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുള്ളൂ. കാരണം അല്ലാണ്ട് നമ്മൾ വെറുതെ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരണം. നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ മൂവ് ആയില്ല, താഴത്തോട്ട് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ സ്റ്റോക്ക് താഴത്തോട്ടാണല്ലോ പോകണം, എന്താ ചെയ്യേണ്ടത്? ചില സമയത്ത് എൻട്രി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകളിൽ മാത്രം നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. GMR എയർപോർട്ട് എന്നൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോക്കാണ്, നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. എന്തായാലും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.